എവിടെ പോന്നു? മെസ്സിന് പോകുന്നു. അതെ ഗൈസ്, ഞങ്ങൾ മെസ്സിന് പോകുന്നു. അതായത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെയാണ്. നാളത്തെ മെനു നോക്കിയിട്ട് ആൻറ്റിമാർ ഞങ്ങൾക്ക് ലിസ്റ്റ് തരും. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസയും മേടിച്ച് ഞങ്ങൾ ജംഗ്ഷനിലോട്ട് നടക്കും. ജംഗ്ഷനിൽ പോയി പല കടകളിൽ കയറി ഇറങ്ങി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിക്കും. ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയൊരു കടയാണ്. ഞങ്ങൾ ഗ്രോസറീസ് മേടിക്കാൻ ഇപ്പോൾ ഈ കടയിലാണ് വരുന്നത്. ആദ്യത്തെ ഏതാ നോക്കുന്നതെന്നല്ലേ, ഏതൊക്കെ സാധനങ്ങൾക്ക് ഓഫുണ്ടോ അത് മാത്രം തപ്പിയെടുക്കുകയാണ് അവൾ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളും സ്നാക്സിനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ച് ഒരു കവറിലാക്കി ആ കടയിൽ തന്നെ വെച്ചു. എന്നിട്ട് നേരെ പച്ചക്കറി മേടിക്കാം. അവിടുന്ന് കുറച്ച് പച്ചക്കറി മേടിച്ച് നേരെ തന്നെയോട്ട്. പണ്ട് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ എല്ലാ സാധനവും എടുത്തോളുന്നത്. ഇപ്പോൾ കൃപ സ്റ്റോഴ്സ് വന്നപ്പോൾ പുതിയൊരു കട വരുമ്പോൾ നമ്മൾ അവിടെ പോകണമല്ലോ. അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്നും സാധനം മേടിച്ച് നേരെ ബെസ്റ്റ് ബേക്കറി വന്ന് പാലും മേടിച്ച് നാളത്തെ സ്നാക്സിനുള്ള ഓർഡറും കൊടുത്ത് നേരെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ സാധനം മേടിച്ച് വെച്ചതെല്ലാം എടുക്കാൻ പോകണ്ടേ. അങ്ങനെ ഓരോ കടകളിലായിട്ട് പോയി സാധനങ്ങളെല്ലാം എടുത്ത് ഓട്ടോയിൽ വെക്കും. ഇപ്പോൾ എല്ലാ കടക്കാർക്കും ഞങ്ങളെ അറിയാം. അതുകൊണ്ട് തന്നെ ഓട്ടോയും കൊണ്ട് ചെല്ലുമ്പോൾ അവർ ഞങ്ങൾക്ക് എടുത്തു തരും. അത് കഴിഞ്ഞ് നേരെ മുട്ട മേടിച്ച് വെച്ചിരിക്കുന്ന കടയിൽ പോകും. അവിടെ പോയി സൂക്ഷിച്ച് മുട്ടയെ എടുത്ത് ആദ്യത്തെ എൻ്റെ കൊണ്ടുവരും. ഇനി അത് പൊട്ടാതെ ഹോസ്റ്റലിൽ എത്തിക്കലാണ് എൻ്റെ ടാസ്ക്. ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് മെസ്സാളിൽ കൊണ്ട് സാധനങ്ങളും വെച്ച് കണക്കുകളും എഴുതി ഞങ്ങൾ നേരെ റൂമിൽ പോകും.